ആദ്യ റൈറ്റ് കോട്ടയത്ത് ജേഴ്സി നമ്പർ 8 ആദ്യ റൗണ്ടിൽ തന്നെ കോട്ടയം പോയിന്റ് നിലനിർത്തിക്കുന്നു 1-0. വയനാടിന്റെ ഒരു ഒരു ഡൈവിലൂടെ വീണ്ടും കോട്ടയം പോയിന്റുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. 5-0. ഒരു മനോഹരമായ റൈഡിലൂടെ വീണ്ടും ഒരു സൂപ്പർ റൈഡ്. കോട്ടയം 3 പോയിന്റുകൾ ഒറ്റ റൈഡിൽ 3 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. കോട്ടയം വയനാടിന്റെ ഒരു മികച്ച ഒരു സൂപ്പർ ഡൈവിലൂടെ വയനാട് കോട്ടയം വീണ്ടും പോയിന്റുകൾ വാരിക്കൂട്ടുന്നു. കേരള സംസ്ഥാന ബീച്ച് കബഡി ചാമ്പ്യൻഷിപ്പാണ് ഇനി തെക്കേയറ്റത്ത് പൂവാറിന്റെ ചരിത്രത്തിൽ ആദ്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 2ാമത്തെ മത്സരം വയനാട്ടും കോട്ടയവും തമ്മിൽ നടക്കുമ്പോൾ കോട്ടയം പോയിന്റുന്നില്ല, കൂട്ടി വരുന്നു. ഒരു മികച്ച റൈഡിനുള്ള ശ്രമം, പക്ഷേ അതൊക്കെ പരാജയപ്പെടുന്നു. കോട്ടയത്തിന്റെ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല വയനാടിന്. കോട്ടയത്തിന്റെ റൈറ്റ് ജേഴ്സി നമ്പർ റൈഡർ സേഫ് 2 പോയിന്റ്സ്. ഒരു മനോഹരമായ റൈഡിലൂടെ സൂപ്പർ റൈഡിലൂടെ 2 പോയിന്റ് കരസ്ഥമാക്കുന്നു കോട്ടയം. ഒരു ടൈമിലൂടെ വീണ്ടും പോയിന്റ് നിന്നെ തുറക്കാനാകാതെ വയനാട് കഷ്ടപ്പെടുകയാണ്. കോട്ടയത്തിന്റെ അടുത്ത താരം ജേഴ്സി നമ്പർ ജേഴ്സി നമ്പർ 5. ഒരു മികച്ച റൈഡിനുള്ള ശ്രമം, ഒരു പോയിന്റ് കൂടെ കൂട്ടിച്ചേർക്കുന്നു കോട്ടയം. ഒരു പോയിന്റ് പോലും കണ്ടെത്താനാകാതെ ഒരു ഡൈവിലൂടെ വീണ്ടും കോട്ടയം പോയിന്റ് നില ഉയർത്തുന്നു. ഒരു മനോഹരമായ ഡൈവിലൂടെ കോട്ടയം 16 വയനാട് 0. വീണ്ടും റൈഡർ സേഫ് 1 പോയിന്റ്. ഒരു വാശിയേറിയ മത്സരത്തിന്റെ റൈഡർ ഔട്ട്. വീണ്ടും കോട്ടയം
നിന്നെടുത്ത് നിന്നും ഒന്ന് വീഴാതെ കോട്ടയം ലീഡ് നിലക്കുന്നു. One point, കോട്ടയം. വയനാടിന്റെ ജേഴ്സി നമ്പർ 4. Last 5 minutes. വയനാടിന്റെ താരം റെഡി ചെയ്യുന്നു. സൂപ്പർ റൈസ്. ഒരു 2 പോയിന്റ് കരസ്ഥമാക്കുന്നു വയനാട്. റൈഡർ ഔട്ട്. കോട്ടയത്തിന്റെ അടുത്ത റൈഡ് ചെയ്യുന്നു കോട്ടയം. ജേഴ്സി നമ്പർ 11 അവരുടെ ഏറ്റവും മികച്ച റൈഡർ റൈഡ് ചെയ്യുന്നു. ഒരു മനോഹരമായ റൈഡർ സേഫ് 1 പോയിന്റ്. കോട്ടയം വീണ്ടും പോയിന്റുകൾ വാരിക്കൂട്ടുന്നു. അടുത്തതായി വയനാടിന് വേണ്ടി റെഡി ചെയ്യുന്നു ജേഴ്സി നമ്പർ 10. 2 പോയിന്റ്സ്. 2 പോയിന്റുകൾ നേടുന്നു വയനാട്. ഒരു വലിയ തിരിച്ചുവരവ് നടത്തുന്നു വയനാട്. ഇവിടെ 2 അടിച്ചാൽ അവിടെ 2 അടിക്ക് 2 പോയിന്റ്സ് കോട്ടയം. ലാസ്റ്റ് 2 മിനിറ്റ്സ്. 2 മിനിറ്റുകൾ മാത്രം ബാക്കി കളി അവസാനിക്കാൻ. ഈ മത്സരം കഴിഞ്ഞാൽ അടുത്ത മത്സരം കാസർഗോഡും തിരുവനന്തപുരം തമ്മിൽ. ഇരു ടീമുകളും ലൈനപ്പ് ചെയ്യേണ്ടതാണ്. ഈ മത്സരം കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത മത്സരങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. പ്രതികൂല കാലാവസ്ഥയായതിനാൽ ദയവായി ഞങ്ങളോട് സഹകരിക്കണം അഭ്യർത്ഥിക്കുന്നു. ലാസ്റ്റ് 1 മിനിറ്റ്. മത്സരം തീരാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി. Two points, Kottayam. Red Reserve at 2 points. Red routes, 1 point Kottayam. ഇങ്ങനെ 2ാം മത്സരം അവസാനിക്കുമ്പോൾ കോട്ടയം വിജയിച്ചിരിക്കുന്നു. അടുത്ത മത്സരം തിരുവനന്തപുരവും കാസർഗോഡ് തമ്മിൽ. ദയവായി ഇരു ടീമുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. സമയബന്ധിതമായി കളി അവസാനിപ്പിക്കേണ്ടതിനാൽ ദയവായി സംഘാടക സമിതിയോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത മത്സരം ട്രിവാൻഡ്രവും കാസർഗോഡ് തമ്മിൽ.